ലോക വനദിനം ഇൻ്റർനാഷണൽ ഫോറസ്റ്റ് ഡേ എന്നാണ്. മാർച്ച് 21. ലോക വനദിനമായി മാർച്ച് 21 ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? 2012 മുതൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല? ഇടുക്കി. വനഭൂമി ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏത്? ആലപ്പുഴ. വനമഹോത്സവ ദിനം എന്നാണ്? ജൂലൈ 1. കേരളത്തിൽ വനനിയമം പ്രാബല്യത്തിൽ വന്ന വർഷം? 1961. ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ഇന്ത്യൻ സംസ്ഥാനം? മധ്യപ്രദേശ്. വനഭൂമി ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഹരിയാന. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വനസംരക്ഷണം. കേരളത്തിലെ ആദ്യ റിസർവ് വനം ഏതാണ്? കോന്നി, പത്തനംതിട്ട. ഇന്ത്യൻ വനങ്ങളെ എത്ര വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 16 വിഭാഗങ്ങളായി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ? മൺസൂൺ വനങ്ങൾ. വനവൃക്ഷങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന മരം? തേക്ക്. 1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആര്? KM മുൻഷി. കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏതാണ്? റാന്നി, പത്തനംതിട്ട. കേരളത്തിൽ ഏറ്റവും വിസ്തൃതി കുറഞ്ഞ വനം ഡിവിഷൻ ഏതാണ്? അഗസ്ത്യവനം, തിരുവനന്തപുരം. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന കൊല്ലം ജില്ലയിലെ വന്യജീവി സങ്കേതം ഏത്? ചെന്തുരുണി വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏത്? ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് വന്യജീവി സങ്കേതം, മഹാരാഷ്ട്ര. ചോലക്കറുമ്പി തവള ഔദ്യോഗിക ചിഹ്നമായിട്ടുള്ള കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത്? മതികെട്ടാൻചോല. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള കേരളത്തിലെ ജില്ല ഏത്? വയനാട്. കേരളത്തിൽ ചന്ദനമരങ്ങൾ കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? മറയൂർ, ഇടുക്കി. വിദ്യാവനം പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയ വർഷം ഏത്? 2007. പ്രോജക്റ്റ് എലിഫന്റ് പദ്ധതി തുടങ്ങിയ വർഷം? 1992. കണ്ടൽ വനം കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം? പശ്ചിമ ബംഗാൾ. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപ്? മരക്കുന്നം ദ്വീപ്, നെയ്യാർ ഡാം. കേരളത്തിൽ റിസർവ് വനം കൂടുതൽ ഉള്ള ജില്ല? പത്തനംതിട്ട. കേരളത്തിൽ റിസർവ് വനം ഏറ്റവും കുറവുള്ള ജില്ല? ആലപ്പുഴ. കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷം?
1998. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേട്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂൺ. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ചെന്തുരുണി വന്യജീവി സങ്കേതം. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രസിദ്ധമാകുന്നത് ഏതിനം സസ്യങ്ങളുടെ പേരിലാണ്? കണ്ടൽ ചെടികൾ. കേരളത്തിൽ അവസാനമായി രൂപം കൊണ്ട വന്യജീവി സങ്കേതം ഏത്? കരിമ്പുഴ വന്യജീവി സങ്കേതം, മലപ്പുറം. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ. പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി തുടങ്ങിയ വർഷം 1973. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത്? ജിം കോർബറ്റ് ദേശീയോദ്യാനം, ഉത്തരാഖണ്ഡ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചി, തൃശ്ശൂർ. ചിവീടുകളുടെ ശബ്ദമില്ലാത്ത കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലി. കേരളത്തിൽ വനസാന്ദ്രത കൂടുതൽ ഉള്ള ജില്ല ഇടുക്കി. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് എവിടെയാണ്? തെന്മല, കൊല്ലം. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ശ്രീ ചിത്തിരത്തിരുനാൾ. കേരളത്തിൻ്റെ കടൽത്തീര സംരക്ഷണത്തിനായി വനങ്ങൾ വെച്ചുപിടിപ്പിച്ച പദ്ധതി ഹരിതതീരം. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചെന്തുരുണി വന്യജീവി സങ്കേതം.